ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മുടെ കഥയിലൊരു വമ്പൻ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പഴയ രേവതി മാറി പുതിയ രേവതി രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു. അപ്പോൾ റബേക്കയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ രേവതിയായിട്ട് എത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മുടെ രേവതി രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നു, അതിനുശേഷം മുറ്റത്ത് കോലം വരയ്ക്കുന്നു. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് അടുക്കളയിൽ കയറുന്നു. അതിനുശേഷം അച്ഛന് ചായയുമായിട്ട് വന്ന് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മോളെ ചായ കുടിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു. അയ്യോ, രാവിലെ വിളിക്കാൻ പറഞ്ഞതാ, ഞാൻ പോയി വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി റൂമിലേക്ക് ഓടുവാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. നമ്മുടെ സച്ചിയാണെങ്കിലോ നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സച്ചിയെ ചെന്ന് രേവതി വിളിക്കുവാണ്. അപ്പോൾ രേവതി മുറിയിലേക്ക് വന്നിട്ട് എഴുന്നേക്കെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് സച്ചി അനങ്ങുന്നില്ല, അങ്ങനെ എന്നെ കിടക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ തന്നെ കുറേ നേരം നോക്കി നിൽക്കുന്നു. അതെ, എഴുന്നേക്കെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ദൈവമേ, സമയം ഇപ്പം തന്നെ ഒരുപാട് വൈകിയല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുക കേട്ടോ. എന്നിട്ട് സച്ചേട്ടാ എഴുന്നേക്ക് സച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കുറേ വിളിക്കുവാണേ. സച്ചേട്ടാ എന്നും പറഞ്ഞു. അപ്പോൾ കണ്ണ് തുറന്നു. പതുക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയെ സച്ചി നോക്കുന്നു. അങ്ങനെ രേവതി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ ഇതെന്താ ഉറക്കം, ഇത് ജോലിക്ക് പോവണ്ടേ, ലേറ്റ് ആയിട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ തുറിച്ച് നോക്കുവാണേ. അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്നു. സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കി ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കി ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ അടിമുടി രേവതി നോക്കുന്നു. സച്ചി ആണെങ്കിൽ രേവതിയെ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് രേവതി ചോദിച്ചപ്പോൾ ഇന്ന് നീ കൂടുതൽ സുന്ദരി ആയതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെയാ, ഇന്ന് അല്പം കൂടുതൽ സൗന്ദര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് രേവതി സച്ചിയോട് പറയുവാണ്. ദേ രാവിലെ ട്രിപ്പുണ്ട്, വിളിക്കണം എന്ന് പറഞ്ഞതല്ലേ, എഴുന്നേക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നു. വാ എഴുന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നു. അപ്പം ഞാനേ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ചായ എടുക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും രേവതിയുടെ കൈകളിൽ പിടിച്ച് സച്ചി അവിടെ നിർത്തി. എന്നിട്ട് വീണ്ടും രേവതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ രേവതി തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ രേവതി എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ രേവതിയെ അടുത്തേക്ക് വലിച്ച് ഇരുത്തി കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ രണ്ടുപേരും കണ്ണിൽ നോക്കി കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ എന്തായാലും നമ്മുടെ പുതിയ രേവതി ശരിക്കും അടിച്ചു പൊളിക്കുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടെന്ന് സച്ചി അന്നേരം പറഞ്ഞു. എന്ത് സ്വപ്നം കണ്ടതെന്ന് ചോദിച്ചപ്പോൾ നല്ല സ്വപ്നമാണ് കണ്ടത്, എന്താണ് ഞാൻ പറയണോ എന്ന് ചോദിച്ചേ. അപ്പോൾ കേൾക്കണമെന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ജോലിക്ക് പോവണ്ടേ, വന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ട്രിപ്പ് ക്യാൻസലായി, രാത്രി വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന് സച്ചി. സമാധാനായെന്ന് രേവതി. ഇന്ന് കുറച്ച് അധികം നേരം സച്ചിയുടെ കൂടെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറയുക. എങ്കിൽ പറയാം, എന്താ സ്വപ്നം കണ്ടത് എന്ന് രേവതി ചോദിച്ചപ്പോൾ നല്ല സ്വപ്ന, പറയട്ടെ. പറയാൻ പറഞ്ഞു. ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. പണിയൊക്കെ കഴിഞ്ഞ് നല്ല ചുള്ളനായി ഞാൻ എൻ്റെ കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തിറക്കുക. അപ്പോൾ എനിക്കൊരു ലോങ് ട്രിപ്പ്, നല്ല പാട്ടൊക്കെ വെച്ച് യാത്രക്കാരെയും കൊണ്ട് ഞാൻ മൂന്നാറിലേക്ക് 80 വിട്ടു. ഇതാണോ സ്വപ്നം? ഞാൻ കരുതിയത് എന്നെക്കുറിച്ചായിരിക്കും സ്വപ്നം കണ്ടതെന്നാണെന്ന് രേവതി പറഞ്ഞപ്പോൾ തോക്കി കയറി വെടിവെക്കല്ലേ, ഞാൻ ബാക്കി പറയട്ടെ. അങ്ങനെ 80 വിടുമ്പോൾ നിൻ്റെ ഒരു കോള്. എന്ത്? കാറ് നിർത്തി ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. നീയേ അപ്പോൾ എന്നോട് പറയുക ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്. എന്താ സന്തോഷ വാർത്ത എന്ന് രേവതി ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ നീ ഗർഭിണിയാണെന്ന്. അപ്പം അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കാകുന്നതാണ്, നീ അമ്മയും ഞാൻ അച്ഛനും ആകാൻ പോകുവാണെന്ന്. അപ്പം അത് കേട്ടപ്പോൾ രേവതി ചിരിച്ചുകൊണ്ടിരിക്കാം. ഫോൺ കട്ട് ചെയ്ത് യാത്രക്കാരെ ഞാൻ വേറൊരു കാറിൽ കയറ്റി വിട്ടു. എന്നിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് ഞാൻ കാണിച്ചു തരാം, നീ ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് നിൽക്കുക എന്നും പറഞ്ഞുകൊണ്ട് മാറ്റി അങ്ങ് നിർത്തിയിട്ട് നമ്മുടെ സച്ചി നേരെ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ രേവതി ഇങ്ങനെ നിൽക്കുക. സച്ചിയേട്ടാ ഇതെവിടെ പോവാ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് പോയ നമ്മുടെ സച്ചി ആ ഒരു സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടി വരുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഭയങ്കര ആകാംക്ഷയോടെ ഓടി മുറിയിലേക്ക് കയറി വന്നിട്ട് രേവതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് രേവതി ഇങ്ങനെ എടുത്തു പോക്കി. അപ്പോൾ സച്ചിയേട്ടാ എന്നെ നിലത്ത് നിർത്ത് സച്ചിയേട്ടാ, ഇതെന്തോ സച്ചിയേട്ടാന്ന് ചോദിച്ചുകൊണ്ട് രേവതി. സച്ചിയേട്ടൻ നേരം ഗർഭിണിയായ നമ്മുടെ രേവതിയെ എടുത്ത് കറക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിർത്തുന്നും പറഞ്ഞോണ്ട് രേവതി. അപ്പോൾ സച്ചി ചോദിച്ചു, എന്തു പറ്റി? സ്വപ്നം തീർന്നില്ല, ഇനിയുണ്ട് എന്ന് പറഞ്ഞപ്പം നോണ പറയുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ. ഞാൻ 4 പ്രസവിച്ചെന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച ആളാ.
പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ ഇങ്ങനെ ഓടി വന്ന് എടുത്ത് വട്ടം കറക്കുന്നത് എന്ന് പറഞ്ഞതേ നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു. കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കുന്നതും യാത്ര പോകുന്നതും വരെ ഓക്കെ, അതുവരെ സ്വപ്നം കണ്ടതാ. ബാക്കിയൊക്കെ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് കള്ളം പറഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോൾ കള്ളമല്ലെന്നേ, സ്വപ്നം കണ്ടതാ, സത്യമാണെന്ന് സച്ചി രേവതിയോട് പറയണം. അപ്പം ശരിക്കും അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറയും എന്ന് രേവതി പറയും അന്നേരം സച്ചിയോട്. അപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്തതുപോലെ ചെയ്യാം, അന്ന് ഞാൻ വിശ്വസിക്കാമെന്ന് രേവതി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ സച്ചി ഒരു കള്ള ചിരിയുമായിട്ട് രേവതിയെ നോക്കി നിൽക്കുന്നു. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരാം. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിന്ന് പോയി. സച്ചി അന്നേരം രേവതി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്തായാലും നമ്മുടെ സച്ചിക്ക് ഇപ്പോൾ രേവതിയോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വീട്ടിലേക്ക് 2 പേര് കയറി വരുന്നു. അപ്പോൾ കയറി വന്നു, കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ആളകത്തുണ്ടാകുമോ എന്നൊക്കെ പുറത്ത് വന്ന് ഏട്ടന്മാരിങ്ങനെ ചോദിക്കാം. എന്തായാലും ഭാഗ്യത്തിന് വാതിൽ വന്ന് തുറക്കുന്നതും നമ്മുടെ ചന്ദ്രമതി തന്നെയാണ്. ചന്ദ്രമതി വന്ന് വാതിൽ തുറന്നു. അപ്പോൾ 2 പേരെ കണ്ടു. ആരാ മനസ്സിലായില്ല. അപ്പം ഞങ്ങൾ ഫിനാൻസ് കമ്പനിയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ ഉള്ളിൽ നിന്നുള്ളതെല്ലാം കൂടെ അങ്ങ് പോയി. അപ്പം നിങ്ങളല്ലേ ചന്ദ്രമതി എന്ന് ചോദിച്ചപ്പം ആണോ എന്ന് ചന്ദ്രമതി എന്ന് പറഞ്ഞു. ഇവർ പരസ്പരം നോക്കുക കേട്ടോ. അല്ലേ അതെ ഞാൻ തന്നെ ചന്ദ്രമതി, ഞാനാ ചന്ദ്രമതി എന്ന് നേരം ചന്ദ്രമതി പറഞ്ഞു. ഇവരെന്തിനാ ശരിയെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും. ചന്ദ്രമതി പുറകോട്ട് നോക്കും, ആരെങ്കിലും വരണ്ടോ എന്നുള്ള പേടിയിൽ. അപ്പം എന്തിനാ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമറല്ലേ? കസ്റ്റമറാണ് ദൈവം എന്ന് ബോസ് എപ്പോഴും പറയും. അതുകൊണ്ട് ഞങ്ങൾ തൊഴാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ചന്ദ്രമതിയെ കളിയാക്കി സംസാരിക്കാം. ആ സമയത്ത് ചന്ദ്രമതി തൊഴുതോളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവിയുടെ ആ ഒരു ഇതിൽ കൈയൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ നിങ്ങൾ തൊഴാത്തത്? പെട്ടെന്ന് തൊഴുതിട്ട് നിങ്ങൾ പൊയ്ക്കോ, ഇവിടെ ഇങ്ങനെ കൂടുതൽ സമയം നിൽക്കല്ലേ. അപ്പം നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ? കളിയാക്കിയാലും മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചു ആ ചേട്ടൻ. അപ്പോഴത്തേക്കും പൊക്കി പിടിച്ച കൈ ചന്ദ്രമതി താഴേക്ക് ഇട്ടു. ഈ മാസത്തെ പലിശ അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു, നിങ്ങളത് പലിശ അടയ്ക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വന്നത്. ഓ പലിശയോ? അയ്യോ ഞാനത് മറന്നിട്ടൊന്നുമില്ല, ഞാനത് അടയ്ക്കാനായിട്ട് ഓഫീസിലേക്ക് വരാനിരിക്കുകയായിരുന്നു എന്ന് ചന്ദ്രമതി പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോ, ഞാനിപ്പോൾ തന്നെ വന്നോളാമെന്നും ചന്ദ്രമതി. ഇത് ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങളൊരു മുങ്ങൽ വിദഗ്ധയാണെന്നാണ് ബോസ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അയ്യോ അതൊക്കെ നിങ്ങളുടെ ബോസ് ചുമ്മാ പറയുന്നതാ, എനിക്ക് നീന്താൻ പോലും അറിയില്ല, പിന്നെയല്ലേ മുങ്ങാൻ. ഷോ ഞാൻ വന്നോളാം, നിങ്ങൾ ചെല്ല്, നിങ്ങളിപ്പോൾ പോ, ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കാതെ നിങ്ങൾ ചെല്ലാൻ പറഞ്ഞു. എന്താ അടുത്ത വീട്ടുകാർ കേൾക്കുന്നുള്ള ഭയം ഉണ്ടെന്നാ ചേട്ടന്മാർ ചോദിച്ചപ്പം അടുത്ത വീട്ടുകാർ കേൾക്കുമെന്നല്ല, ഇവിടെയുള്ള ആൾ കേൾക്കുമെന്നുള്ള ഭയമാ. ഈശ്വര രവിയേട്ടനെങ്ങാനും ഇപ്പോൾ വന്നു അതോടെ തീർന്നു, എല്ലാം തീർന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും നമ്മുടെ ചന്ദ്രമതി. അയ്യോ അടുത്ത വീട്ടുകാർ കേൾക്കുന്നുള്ള പേടിയൊന്നും അല്ല, അവർ കേട്ടാൽ എനിക്കിപ്പോൾ എന്താണെന്ന് ചന്ദ്രമതി. നിങ്ങൾ ചെല്ല, ഞാൻ പിറകെ വന്നോളാം, പലിശ അടച്ചോളാം. അതൊക്കെ പറഞ്ഞപ്പോൾ വരൂലോ അല്ലേ എന്നാ ചേട്ടൻ ചോദിച്ചു. ഉറപ്പായിട്ടും വരും, നിങ്ങളൊന്ന് ചെല്ല് പ്ലീസ് എന്നും പറഞ്ഞ് ഓടിച്ചുവിടാൻ നോക്കുക. ഒരു മിനിറ്റ്, വല്ലാത്ത ദാഹം, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ എന്നാ ചേട്ടൻ ചോദിച്ചു. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി വെള്ളമോ? ചൂടുവെള്ളം കുറച്ച് മതിയെന്ന് പറഞ്ഞു. അത് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കുടിച്ചാൽ പോരെ? കഷ്ടം, എന്താ നിങ്ങളിങ്ങനെ, ഞങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് 17 ലക്ഷം രൂപ കടം തന്നില്ലേന്ന് ചോദിച്ചപ്പോൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതിൻ്റെ ഒരു സ്നേഹം കാണിക്കണ്ടേ? ഞാനൊരു ഗ്ലാസ് വെള്ളമല്ലേ ചോദിച്ചുള്ളൂ. എന്നാ നിങ്ങൾ വെള്ളം എടുത്തിട്ട് പോ, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഈ പെൺപിള്ള എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കുകയാണ്. അല്ല നിങ്ങൾ നിൽക്കുക, ഞാൻ വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വെള്ളം എടുക്കാൻ പോയി. ചന്ദ്രമതി അകത്തേക്ക് ചെന്നപ്പോൾ രവിയേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നു. ആരാ ചന്ദ്രയത്, ആരാ വന്ന് നിൽക്കുന്നേ എന്ന് ചോദിച്ചു. അതോ ആരുമില്ല. അല്ല അവിടെ 2 പേരും നിപ്പുണ്ടല്ലോ, അതാരാന്നാ ചോദിച്ചതെന്ന് രവിയേട്ടൻ. അവരെ ഈ പരിസരത്ത് എവിടെയെങ്കിലും വാടക വീട് കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞു ചന്ദ്രമതി. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന്. എന്നിട്ട് അവരെന്താ പോവാത്തത്? അവിടെ തന്നെ അങ്ങനെ നിൽക്കുവാണല്ലോ. അല്ല അവരിത്തിരി വെള്ളം ചോദിച്ചേ, ഞാൻ കൊടുക്കണോ വേണ്ടയോ? നീ ചെല്ല്, പോയി വെള്ളം എടുത്തുകൊണ്ട് പോ, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ രവിയേട്ടൻ ഇവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ഓടി പുറകെ ചെന്നിട്ട് അതെ നിങ്ങൾ അവരോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ടേ, ഇവിടെ നിന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, നീ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ചന്ദ്രമതിയെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ വന്ന ചേട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ, ഇതെന്തൊക്കെ ഇവിടെ കാണിക്കുന്നതെന്ന്. ആ സമയത്ത് വെള്ളം ഇപ്പോൾ കൊണ്ടുവരും, നിങ്ങൾ കയറി ഇരിക്കുക എന്നാ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചേട്ടന്മാരകത്തേക്ക് കയറി ചെല്ലുക. അങ്ങനെ നിങ്ങളുടെ വീടൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞു. അത് വീട് അടുത്ത് തന്നെയാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വാടക വീട് എടുക്കുന്നേ എന്ന് രവിയേട്ടൻ ചോദിച്ചു. അപ്പോൾ ഈ ചേട്ടന്മാർ നോക്കുക കേട്ടോ, വാടക വീടോ? അതെ വാടക വീട് എന്ന് രവിയേട്ടൻ പറഞ്ഞപ്പോൾ പുറകിൽ വന്ന് നിന്ന് ടാറ്റ കൊടുക്കുക. നമ്മുടെ ചന്ദ്രമതി പറയല്ലേ എന്നാണ് ടാറ്റ കൊടുക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കെട്ടിയന് വട്ടാണെന്നൊക്കെയാണ് ചന്ദ്രമതി പറഞ്ഞത്. അല്ല ഇവിടെ ഒരു വീട് അവിടെ ഒരു വീട്, അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രവിയേട്ടൻ ഇരുന്ന് കാണിക്കുന്നത് കാണുമ്പോൾ മെൻ്റൽ ഉള്ളവർ കാണിക്കുന്നത് പോലെ തന്നെ ഇരുന്ന് കാണിക്കാം. അല്ല ഒരു സംശയം ചോദിക്കാം,
അടുത്ത വീടുള്ളവർക്ക് എന്തിനാ ഒരു വാടക വീട് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രമതി മിണ്ടല്ലേ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പുറകെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അല്ല നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവിയുടെ ഇങ്ങനെയൊന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരും ഇത് വിശ്വസിച്ച് ഈ ചന്ദ്രമതി പറഞ്ഞത്. നിങ്ങൾക്ക് എന്തിനാ ഒരു വാടക വീടിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ ജീവനും കൊണ്ട് ഇറങ്ങി ഓടി. അല്ല നിങ്ങളെന്താ പോണേ, എൻ്റെ സംശയം തീർത്തിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ പിന്നാലെ ഓടിച്ചെല്ലുക. എടോ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ ഓടി കതച്ച് പോയി വണ്ടിയെ കയറി അങ്ങ് പോയി. ഇവർക്കെന്താ പറ്റിയ വട്ടായോ എന്ന് രവിയേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ രവിയേട്ടൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഈശ്വരാ എന്നും പറഞ്ഞുകൊണ്ട് ദൈവങ്ങൾക്ക് നന്ദിയും പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. എന്തിനാ അവർ ഓടിപ്പോയേ എന്ന് ചന്ദ്രമതിയോട് ചോദിക്കുന്നു നമ്മുടെ രവിയേട്ടൻ. എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ എന്നും പറഞ്ഞു. ഉണ്ട്, അറിയാത്ത ആളുകളെയൊക്കെ വിളിച്ച് വീടിനകത്ത് കയറ്റരുത് കേട്ടോ, ദാ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് രവിയേട്ടൻ കൊടുത്തപ്പം എനിക്ക് വേണ്ട നീ തന്നെ കുടിച്ചോളാൻ പറഞ്ഞു. ആ വെള്ളം ഒറ്റയടിക്ക് ചന്ദ്രമതി മൊത്തത്തിൽ കുടിച്ചു. നിനക്കെന്താ ഇത്ര ദാഹം, നീ എന്താ ഇതുപോലെ വെള്ളം കുടിക്കുന്നതെന്ന് രവിയേട്ടൻ ചോദിച്ചപ്പോൾ അല്ല നമ്മളെ കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അങ്ങ് ചന്ദ്രമതി അകത്തേക്ക് പോവുക. മുറിയിൽ ചെന്നിട്ട് ചന്ദ്രമതി കിടന്ന് ഇങ്ങനെ വേർപ്പ് മുട്ടി ഈശ്വരാ ഞാനിനി എന്ത് ചെയ്യോ എന്ന് പെട്ടെന്ന് തന്നെ പലിശ കൊണ്ട് അടച്ചില്ലെങ്കിൽ കളി കാര്യമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേഗം ബാഗിൽ നിന്ന് ആ പൈസ എടുത്തു. ആ പൈസ എടുത്തിട്ട് പോകാനായിട്ട് തുടങ്ങുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന രേവതിയെയും സച്ചിയെയാണ്. രേവതി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. അപ്പോൾ രേവതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി വിളിച്ചു. എന്താ ഒരു ഒരുക്കം ഇന്ന്? അതൊക്കെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നു. സച്ചി അന്നേരം അവിടെ കയ്യിലുണ്ടായിരുന്ന പൈസ എണ്ണിക്കൊണ്ട് നിൽക്കുക. ഫിനാൻസറുടെ അടുത്ത് കാറിൻ്റെ ഡ്യൂ അടയ്ക്കാൻ പോവുകയാണല്ലേ എന്ന് ചോദിച്ചപ്പം അത് നിനക്കെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു സച്ചി. അതെ, എണ്ണിയ കാശ് വീണ്ടും എണ്ണുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഓ അപ്പം നീ എന്നെ മുഴുവനായിട്ട് പഠിച്ചു വച്ചിരിക്കുകയാണല്ലേ. പഠിക്കാൻ നിങ്ങൾ എന്താ സയൻസ് പുസ്തകം വല്ലതും ആണോ എന്ന് ചോദിച്ചു രേവതി. നോക്ക്, ഓരോ മനുഷ്യനും ഓരോ പുസ്തകമാണ്. അവനെക്കുറിച്ച് മനസ്സിലാക്കുന്നതേ അവനെക്കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. അതും ശരി തന്നെയാണെന്ന് രേവതി. ഞാൻ പുതിയൊരു തത്വം കണ്ടുപിടിച്ചല്ലേ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു തത്വം ഞാനും വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറഞ്ഞ് സച്ചിയെ തന്നെ നോക്കി നിന്നിട്ട് അങ്ങ് പോയി. എന്നിട്ട് രേവതി വീണ്ടും ഒരുങ്ങുവാണ്. ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുവാണ്. അപ്പോൾ നീ വരുവാണോ എന്ന് ചോദിച്ചപ്പോൾ ആര് വരുന്നു ഫിനാൻസറുടെ അടുത്തേക്ക്, ഒരിക്കൽ വന്നിട്ട് തന്നെ എനിക്ക് മതിയായതാണെന്ന് പറഞ്ഞു നമ്മുടെ സച്ചിയോട് രേവതി. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക. നേരത്തെ എന്നോട് എന്താ ഒരുക്കുമെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു. എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണം, പോകും വഴി എന്നെ വീട്ടിലൊന്ന് ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പം എന്തിനാ ഇപ്പം നീ അമ്മയെ കാണാൻ പോകുന്നേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ പോരേന്ന് ചോദിച്ചു സച്ചി രേവതിയോട്. അത് കേട്ടപ്പം അമ്മയെ എനിക്കൊന്ന് കാണണം, പിന്നെ അമ്മ അന്ന് ഇവിടുന്ന് കരഞ്ഞോണ്ടാ ഇറങ്ങിപ്പോയത്, അതിനുശേഷം അമ്മ എന്നെ വിളിച്ചിട്ടേ ഇല്ലയെന്നും രേവതി സച്ചിയോട് പറയാം. ഞാൻ ചെന്ന് സംസാരിച്ച അമ്മയ്ക്ക് അത് ആശ്വാസമാകുമെന്നൊക്കെ പറഞ്ഞപ്പം ശരി ഞാൻ നിന്നെ അവിടെ ഇറക്കിക്കോളാം, ഞാൻ വൈകുന്നേരം വന്ന് കൂട്ടിക്കൊണ്ട് വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അപ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് കോൾ വന്നു. സച്ചി അത് അറ്റൻഡ് ചെയ്തു. ഹലോ പറഞ്ഞോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്ന അച്ഛൻ അങ്ങനെ ഇരിക്കുമ്പോൾ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നു. പോകാൻ ഇറങ്ങി വന്നപ്പോൾ രവിയേട്ടനെ കണ്ടതും പണി പാലുവെള്ളത്തിൽ കിട്ടിയെന്ന് മനസ്സിലാക്കി ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പം ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പോകാൻ ഇറങ്ങുമ്പോൾ നിൽക്ക് പോവല്ലേ, ഈ പുറത്ത് പോകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നീ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നുകൂടി പറയണമെന്ന് അച്ഛൻ പറഞ്ഞു. ഭാമയ്ക്ക് കൂട്ടായിട്ടേ ഒന്ന് സിറ്റി വരെ പോവാണെന്ന് പറഞ്ഞു. അവൾക്ക് ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകാൻ അവൾക്കൊരു മടിയാണെന്നും അതാ എന്നോടും കൂടെ ചെല്ലാൻ പറഞ്ഞതേ. അപ്പം അതൊക്കെ കേട്ട് രവിയേട്ടൻ ഇങ്ങനെ ചിരിക്കുക. നിനക്ക് ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലല്ലോ, പോകാലോ, ചെല്ല് നീ ഇവിടെ ഇല്ലെങ്കിൽ രേവതി മോൾക്ക് ഒരല്പം സമാധാനം കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്കിപ്പോൾ സമയമില്ല, ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചന്ദ്രമതി അങ്ങ് പോവുക. നോക്കിയാ പോകുന്നേ. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഭാമയെ വിളിച്ചു. ഭാമേ പറ ചന്ദ്രേ, ഞാനേ ഫൈനാൻസ് ഓഫീസ് വരെ ഒന്ന് പോവുക, പലിശ അടയ്ക്കാനേ, നീ എൻ്റെ കൂടെ ഒന്ന് വരാവോ? അയ്യോ ഇല്ലില്ല, ഞാനെൻ്റെ മോൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വന്നിരിക്കാം, നീ ചെല്ലാൻ പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പോവുകയാണ്. ചന്ദ്രമതിയാണ് തന്നെ ഉള്ളൂ. ഈ സമയത്ത് അച്ഛൻ അവിടെ ഇരിക്കുമ്പോഴാണ് സച്ചിയും രേവതിയും കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ അച്ഛാ ഞങ്ങൾ പോവുകയാണേന്ന് പറഞ്ഞു. എങ്ങോട്ട്? ഞാൻ പലിശ കാശ് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവളെയും കൊണ്ടാണോ പോണത്? കൊള്ളാവല്ലോ. അല്ല ഇല്ല അച്ഛാ, ഞാൻ വീട്ടിലിറങ്ങും, അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു നമ്മുടെ രേവതി അച്ഛനോട്. അത് കേട്ടപ്പോൾ ചെന്നിട്ട് വരാൻ പറഞ്ഞു, പോയി കണ്ടിട്ട് വരാനും പറഞ്ഞു. ഞാൻ ലക്ഷ്മിയെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അന്നത്തെ സംഭവം അത്രത്തോളം അവർ വേദനിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ നിന്ന് പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് രേവതിക്കും ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. എന്തായാലും അച്ഛാ അമ്മ ഇന്ന് മൗനവ്രതത്തിൽ വല്ല ആണോ, ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് സച്ചി ചോദിച്ചപ്പം ചന്ദ്ര ഇവിടെ ഇല്ല, ഭാമയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതാണ് അനക്കമൊന്നും ഇല്ലാത്തത്.
അപ്പോൾ അച്ഛനോട് തന്നെ ഉള്ളോ? ആ ഞാനെന്താടാ കൊച്ചുകുട്ടിയാണോ? തനിച്ചായാലും ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി രേവതി ഇങ്ങനെ നോക്കുക. മക്കൾ പോയിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇന്നത്തെ ദിവസം എന്തായാലും അമ്മയ്ക്കൊപ്പം മോൾ അവിടെ നിൽക്കുക. ലക്ഷ്മിക്കൊരു സന്തോഷമാവട്ടെ, മോൾ ചെന്നിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ദേ പറഞ്ഞു വിടുവാണേ. അങ്ങനെ ഇന്ന് ശരിയാകും നാളെ ശരിയാകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശരിയാവില്ല പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവർ അങ്ങ് പോയി. ഇവരങ്ങ് പോകുന്നു. വണ്ടിയിൽ കയറി പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും വണ്ടിയെ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ദേ അമ്മ അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നത് കാണുക. അപ്പോൾ അമ്മയല്ലേ ദേ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കാണിച്ചു കൊടുത്തു സച്ചിക്ക്. അപ്പോൾ സച്ചി ഡോറ് തുറന്നായിരുന്നു. ആ ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുക. പോകാൻ നിൽക്കുന്ന അമ്മ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ മൊത്തത്തിലൊരു കള്ളലക്ഷണം ഇവർക്ക് രണ്ടുപേർക്കും തോന്നിയിട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുന്നു, രേവതി സച്ചിയെ നോക്കുന്നു. അമ്മയാണെങ്കിൽ ആ ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് ഹലോ ഞാനിപ്പോൾ ദേ ഇറങ്ങി കള്ളം പറയുകയല്ല, അങ്ങോട്ട് തന്നെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോണിൽ സംസാരിക്കാം. അപ്പോൾ എന്തോ കള്ളക്കളി ഉണ്ടല്ലോ എന്ന് സച്ചി രേവതിയോട് പറയുകയും ചെയ്തു. രേവതി ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി ചെന്നു. അപ്പോൾ അമ്മ വിട്ടുപോയി അവിടുന്ന്. അതെ അമ്മയെ കൂടെ നമുക്ക് കാറ് കയറ്റിയാലോ എന്ന് രേവതി ചോദിച്ചു. പോണ വഴി നമുക്ക് ബാമാൻ്റെ അടുത്ത് ഇറക്കിയാലോ? പോകും വഴി ആളുകളെ കയറ്റാനും ഇറക്കാനും ഇത് ബസ്സൊന്നും അല്ല, കാറാണെന്ന് സച്ചി പറഞ്ഞു രേവതിയോട്. നീ വന്ന് വണ്ടിയെ കയറി അമ്മ പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് രേവതിയും കൂട്ടി കാർ കയറി അവരങ്ങ് പോയി. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ. അത് രണ്ട് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾ നമ്മുടെ ശരത്താണ്. അപ്പോൾ ശരത്ത് ഇങ്ങനെ ഒരാളുടെ കൂടെ വണ്ടിയുടെ അരികിലിരിക്കുന്നു. ഈ സമയത്ത് അയാൾ ആകെ പ്രശ്നക്കാരനാണ്. അപ്പോൾ ശരത്തിനെ നോക്കുന്നു. അപ്പോൾ അതെ നമ്മുടെ ശരത്തിനെ അയാൾ കുറ്റപ്പെടുത്തുക. ദേ അവർ നിന്നെ അപമാനിച്ചു, ഈ അപമാനത്തിന് നമുക്ക് പകരം വീട്ടേണ്ട ശരത്തെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആ ചെറുപ്പക്കാരൻ സംസാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശരത്ത് ചോദിക്കുന്നു. എൻ്റെ ചേച്ചിക്ക് അവിടെ കഴിയേണ്ടതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതെ വന്നെന്ന് പറഞ്ഞപ്പോൾ നിന്നെ അപമാനിച്ചവർക്ക് തക്കതായ ശിക്ഷ നമുക്ക് കൊടുത്തേ പറ്റുമെന്ന് കൂട്ടുകാരൻ ശരത്തിനോട് പറയണം. വെറുതെ വിട്ടാലേ നാളെയും അവരിത് ആവർത്തിക്കും, ഓരോ പാഠം പഠിപ്പിക്കണം അവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം. അപ്പം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? നടന്നത് നീ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിരുന്നു. നീ മോഷ്ടിച്ചു എന്ന് അവർ പറഞ്ഞ ആ കാശ് നിന്റെ കയ്യിൽ തന്നെ ഞാൻ എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ പറയാം. അപ്പോൾ അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ പറയാം, നീ ആദ്യം വണ്ടിയിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സ്കൂട്ടറിന് അങ്ങ് കയറി പോണു. ഈ സമയത്ത് ദേ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. സച്ചിയാണ് നല്ല പാട്ടൊക്കെ പാടി ഭയങ്കര പ്രണയഗാനമൊക്കെ പാടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പുതിയ രേവതി വന്നതോടുകൂടി സച്ചിയുടെയും അതുപോലെ രേവതിയുടെയും പ്രണയം കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ പോണു. സച്ചി ഭയങ്കര ഹാപ്പിയായി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ രേവതി സച്ചിയെ തന്നെ നോക്കിയിരിക്കുന്നു. അതിനുശേഷം സച്ചി ഇങ്ങനെ ഗീറയിൽ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ രേവതി ആ ഒരു ഗീറയിൽ സച്ചിയുടെ കൈകളിലേക്ക് പിടിക്കുന്നു. സച്ചി അന്നേരം ഇങ്ങനെ രേവതിയെ നോക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോംബോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി ഓട്ടോയിൽ വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നു. ആ കറക്റ്റ് സ്പോട്ടിലേക്ക് തന്നെ നമ്മുടെ ശരത്തും അതുപോലെ ശരത്തിൻ്റെ കൂട്ടുകാരൻ ചേട്ടനും കൂടെ വരുന്നു. അപ്പോൾ ഓട്ടോ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവും എന്തോ ചെയ്തു. ആ ചേട്ടൻ അന്നേരത്തേക്കും ഇങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയിരുന്നു. ആ ഓട്ടോക്കാരൻ വേറെ ആരും ആയിരുന്നില്ല, ശരത്തിൻ്റെ കൂട്ടുകാരൻ തന്നെയായിരുന്നു. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത ആ ഒരു ഇതാണിത്. ശരത്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അതുപോലെ ചന്ദ്രമതിയുടെ കാശ് ആമ്പിള്ളേർ കൊണ്ടുപോകുന്ന ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. നല്ല സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. എല്ലാവർക്കും നന്ദി.